നമസ്കാരം. ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിൻ്റെ 9ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫങ്ഷൻ്റെ ഗ്രാഫ് എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ ചില സ്റ്റാൻഡേർഡ് ഫങ്ഷനുകളും ആ ഫങ്ഷനുകളുടെ ഗ്രാഫുമാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് ഐഡൻറ്റിറ്റി ഫങ്ഷനാണ്. ഐഡൻറ്റിറ്റി ഫങ്ഷൻ, ആ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുക ഐ എന്ന ലെറ്ററാണ് ഐഡൻറ്റിറ്റി ഫങ്ഷനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഐഡൻറ്റിറ്റി ഫങ്ഷൻ ഐ ഫ്രം ആർ ടു ആർ, ഡൊമൈനും കൊഡൊമൈനും, ഡൊമൈനും റേഞ്ചും രണ്ടും ആറ് തന്നെയാണ്. ഡിഫൈൻഡ് ബൈ ഐ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് കാൾഡ് ഐഡൻറ്റിറ്റി ഫങ്ഷൻ. സാധാരണ നമ്മൾ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യാൻ എഫ് എന്ന സിമ്പിളാണ് അല്ലെങ്കിൽ ജി എന്ന സിമ്പിളൊക്കെ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഐഡൻറ്റിറ്റി ഫംഗ്ഷന് മാത്രം ഒരു പ്രത്യേക സിമ്പിൾ ഉപയോഗിക്കുകയാണ്. ഐഡൻറ്റിറ്റിയുടെ ഫസ്റ്റ് ലെറ്റർ ഐ ആണ് ആ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഐ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. ഐ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മീൻസ് എക്സിൻ്റെ ഇമേജ് എക്സ് തന്നെയാണ്. ഒരു എലമെൻറ്റിൻ്റെ ഇമേജ് ആ എലമെൻറ്റ് തന്നെയാണ്. ഈ ഫംഗ്ഷനാണ് നമ്മൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഡൊമൈൻ പരിശോധിച്ചാൽ, ഡൊമൈൻ എക്സ് വാല്യൂസിൻ്റെ സെറ്റാണ് ഡൊമൈൻ. എക്സിന് നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സാണ്. ഇനി റേഞ്ച്, ഐ ഓഫ് എക്സ് എക്സ് ആണ്, ഒരു എലമെൻറ്റിൻ്റെ ഇമേജ് അതേ എലമെൻറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റല്ലേ ഡൊമൈനിൽ വരുന്നത്, എല്ലാ റിയൽ നമ്പേഴ്സും വരും. അതിൻ്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ അതേ എലമെൻറ്റുകൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ റേഞ്ചും 6 തന്നെയാണ്, ഡൊമൈനും 6 തന്നെയാണ്, റേഞ്ചും 6 തന്നെയാണ്. ഇനി ഇതിൻ്റെ ഗ്രാഫ് വരച്ചാൽ എങ്ങനെ ഇരിക്കും നോക്കാം. ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് പോയിന്റുകൾ കൊടുക്കുക ചെയ്യാം. അപ്പോൾ എക്സിന് 0 എന്ന് കൊടുത്താൽ ഐ ഓഫ് 0 തന്നെയാണ്, 0യുടെ ഇമേജ് 0. അപ്പോൾ 0 എന്ന് പോയിന്റ് മാർക്ക് ചെയ്യാം. എക്സിന് 1 എന്ന് കൊടുത്താൽ 1ൻ്റെ ഇമേജ് 1 തന്നെയാണ്. നമുക്ക് കുറച്ച് പോയിന്റുകൾ കൊടുത്താൽ ആ പോയിന്റുകൾ ഉപയോഗിച്ച് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ 1ൻ്റെ ഇമേജ് 1 തന്നെയാണ്, 2ൻ്റെ ഇമേജ് 2 തന്നെയാണ്, ഒരു എലമെൻറ്റിൻ്റെ ഇമേജ് ആ എലമെൻറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക? ആദ്യം വന്ന് 0, അപ്പോൾ 0 ദെൻ 1 കൊടുത്താൽ 1 തന്നെ കിട്ടും, അപ്പോൾ 1 എക്സ് 2 കൊടുത്താൽ ആ ഇമേജ് 2 തന്നെ കിട്ടും, അപ്പോൾ 2 ഇങ്ങനെയാണ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ആ ഗ്രാഫ് ഒന്ന് പരിശോധിക്കാം. ഗ്രാഫ് എടുക്കുമ്പോൾ നമുക്ക് ആദ്യം ആ പോയിന്റ് മാർക്ക് ചെയ്യാം. 0 മാർക്ക് ചെയ്തു. 0 എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. അതുപോലെ പറഞ്ഞു എക്സ് 1 കൊടുത്താൽ എഫ് എക്സ് 1 തന്നെ, ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്, ഇ ഓഫ് എക്സ് 1 തന്നെ വരും. 1ൻ്റെ ഇമേജ് 1 ആണ്. അപ്പോൾ അടുത്ത പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. 1 പോയിന്റ് മാർക്ക് ചെയ്തു. ഒരു പോയിന്റ് കൂടി മാർക്ക് ചെയ്യാം. എക്സ് 2 കൊടുത്താൽ അതിൻ്റെ ഇമേജ് 2 തന്നെയാണ് വരിക. അപ്പോൾ അടുത്ത പോയിന്റ് 2 ആണ്. 2 എന്ന പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഇനി ഇതുപോലെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റുകൾ ഉണ്ടാവും. എല്ലാ പോയിന്റും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് പോയിന്റുകൾ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഗ്രാഫിനെ കുറിച്ചുള്ള ഐഡിയ കിട്ടും. ഇതെല്ലാം കൂടെ നമുക്ക് ജോയിൻ ചെയ്താൽ മതി. ആ പോയിന്റുകളെല്ലാം തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഗ്രാഫ് കിട്ടും. ഇതാണ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഗ്രാഫ്. അതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ എപ്പോഴും ഒരു ഡിഗ്രി 1 ഉള്ള എക്സ്പ്രഷൻ്റെ ഗ്രാഫ് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അത് നിങ്ങൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഡിഗ്രി 1 ആയിരിക്കും. 2x + 3 ഡിഗ്രി 1 ആണ്. 5x - 7 ഡിഗ്രി 1 ആണ്. ഇതിൻ്റെയൊക്കെ ഗ്രാഫുകൾ സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും. എന്നാൽ ഡിഗ്രി 1 അല്ല, അതിനേക്കാൾ കൂടുതൽ വന്നാൽ 2ഓ 3ഓ ഒക്കെ വന്നാൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കത്തില്ല, അത് മറ്റ് കർവുകളായിട്ട് മാറും. അപ്പോൾ ഇതെന്തായാലും ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഈ സ്ട്രെയിറ്റ് ലൈനിലുള്ള പ്രത്യേകതയുണ്ട്. നമ്മൾ 3 പോയിന്റുകൾ കണ്ടല്ലോ. ഒന്ന് 0 ആണ്, 1 ആണ്, 2 ആണ്. ആ പോയിന്റുകൾക്ക് മാത്രമല്ല, ഈ ലൈനിൽ ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ എല്ലാം എക്സ് വൈ കോർഡിനേറ്റ്, ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെയിം ആയിരിക്കും. ഏത് പോയിന്റ് ചൂസ് ചെയ്ത് നോക്കിക്കോളൂ, ആ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ലൈനിൻ്റെ 2 പ്രത്യേകതകൾ. ഒന്നാമത്തെ പ്രത്യേകത ലൈൻ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രത്യേകത ഈ ലൈൻ എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിളും ഈ ലൈൻ വൈ ആക്സിസുമായിട്ടുണ്ടാകുന്ന ആംഗിളും പരിശോധിച്ചാൽ ആ 2 ആംഗിളുകളും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രത്യേകത. 2 ആംഗിളും സെയിം ആയിരിക്കും. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എക്സ് വൈ ആക്സിസുകൾക്ക് ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു ലൈൻ, അതാണ് ഈ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഗ്രാഫ്. അപ്പോൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാം ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നതും എക്സ് വൈ ആക്സിസുകൾക്ക് ഈക്വലി ഇൻക്ലൈൻഡ് മീൻസ് എക്സ് ആക്സിസുമായി ഉണ്ടാകുന്ന ആംഗിളും വൈ ആക്സിസുമായി ഉണ്ടാകുന്ന ആംഗിളും സെയിം ആയിരിക്കും. അത്തരത്തിലൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഇതാണ് ഐഡൻറ്റിറ്റി ഫംഗ്ഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കുന്നത് ഗ്രാഫ് വരയ്ക്കാനല്ല സാധാരണ ചോദിക്കുക. അതിന് പകരം ഒരു ഇതുപോലെ ഗ്രാഫ് തന്നിട്ട് അത് ഏതിൻ്റെ ഗ്രാഫാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് സാധാരണ പറയുക.
ഗ്രാഫ് തന്നിട്ട് നമുക്ക് ഇനിയും കുറേ ഗ്രാഫുകൾ പഠിക്കാനുണ്ട്. കുറച്ച് ഗ്രാഫുകൾ തരും, എന്നിട്ട് ഇതിൽ ഏത് ഫംഗ്ഷൻ്റെ ഗ്രാഫാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്താണെന്ന് വ്യക്തമായി മനസ്സിലായി കാണാം. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ഫംഗ്ഷൻ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി വേർ സി ഇസ് എ കോൺസ്റ്റൻറ്റ് ഈസ് കാൾഡ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി മീൻസ് എക്സിൻ്റെ ഇമേജ് സി ആണ്. വാട്ട് ഈസ് സി? സി ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഒരു ഫിക്സ്ഡ് നമ്പറാണ്. എന്താ എൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം എക്സിൻ്റെ ഇമേജ് സി ആണ്, സി ഒരു നമ്പറാണ്, കോൺസ്റ്റൻറ്റ് നമ്പറാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എല്ലാ എലമെൻറ്റുകൾക്കും ഒരേ ഇമേജ് വരുന്ന. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 5. നമുക്ക് എക്സിന് എന്ത് വില കൊടുത്താലും എഫ് എക്സ് 5 ആയിരിക്കും. എക്സ് 0 കൊടുത്താൽ എഫ് ഓഫ് 0 5 ആണ്. എക്സ് 1 കൊടുത്താൽ എഫ് ഓഫ് 1 5 ആണ്. എക്സിന് എന്ത് വില കൊടുത്താലും എല്ലാത്തിൻ്റെയും ഇമേജ് സെയിം 5. ഇതൊരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. എഫ് എക്സ് ഇസ് ഈക്വൽ ടു 7 അതൊരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. അതാണ് ജനറലായിട്ട് എഫ് എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞത്. വേർ സി ഇസ് എ കോൺസ്റ്റൻറ്റ് ഈസ് കാൾഡ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. അപ്പോൾ എന്താ ഡൊമൈൻ? നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് വാല്യൂസിൻ്റെ സെറ്റാണ്. റേഞ്ച് എന്ന് പറയുന്നത് എഫ് എക്സ് വാല്യൂസിൻ്റെ സെറ്റാണ്. ഡൊമൈൻ എക്സ് വാല്യൂസിൻ്റെ സെറ്റാണ്. എക്സിന് ഏത് നമ്പറും കൊടുക്കാം, ഏത് റിയൽ നമ്പറും എക്സിന് കൊടുക്കാം. അപ്പോൾ ഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ R ആയിരിക്കും. റേഞ്ചോ? റേഞ്ച് എന്ന് പറയുന്നത് എഫ് എക്സ് വാല്യൂസിൻ്റെ, എഫ് എക്സ് ആണല്ലോ എക്സിൻ്റെ ഇമേജ്, ആ ഇമേജുകളുടെ സെറ്റിനല്ലേ നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുക. അപ്പോൾ എഫ് എക്സ് വാല്യൂസിൻ്റെ സെറ്റാണ് റേഞ്ച്. എഫ് എക്സിന് ഒറ്റ വാല്യൂ ഉള്ളൂ, സി എന്ന് പറയുന്ന ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ, ഒറ്റ വാല്യൂ, എല്ലാ എലമെൻറ്റിനും ഒരേ ഇമേജാണ്. അപ്പോൾ എഫ് എക്സ് വാല്യൂസിൻ്റെ സെറ്റ് എന്ന് പറയുമ്പോൾ സെറ്റ് സി എന്ന് എഴുതാം. അപ്പോൾ റേഞ്ച് സെറ്റ് സി ആയിരിക്കും. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 എന്ന ഫംഗ്ഷൻ എടുത്താൽ ഡൊമൈൻ R ആയിരിക്കും, റേഞ്ച് സെറ്റ് 5 ആയിരിക്കും. ഇതാണ് എൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ എങ്ങനെ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാം? അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് എഫ് എക്സ് ഇസ് ഈക്വൽ ടു 5ൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ നോക്കുക. അപ്പോൾ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ കുറച്ച് പോയിന്റുകൾ വേണം. നമുക്ക് ആദ്യം എക്സിന് 0 കൊടുക്കാം. എക്സിന് എന്ത് വാല്യൂ കൊടുത്താലും എഫ് എക്സ് 5 ആണ്. അപ്പോൾ എക്സ് 0 കൊടുത്താൽ എഫ് എക്സ് 5. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പോയിന്റ് മാർക്ക് ചെയ്യുക? 0 5 ഇങ്ങനെയാണ് പോയിന്റ് മാർക്ക് ചെയ്യുക, അല്ലേ? എക്സിന് 1 കൊടുത്താലോ? അപ്പോഴും എഫ് എക്സ് 5 ആണ്. അപ്പോൾ അടുത്ത പോയിന്റ് കിട്ടി 1 5. ഇനി എക്സിന് 2 കൊടുത്താലോ? അപ്പോഴും എഫ് എക്സ് 5 ആണ്. അപ്പോൾ അടുത്ത വാല്യൂ കിട്ടി 2 5. അപ്പോൾ 0 5 1 5 2 5 കുറച്ച് പോയിന്റുകൾ കിട്ടി. നമുക്കത് വെച്ചൊന്ന് ഗ്രാഫ് വരച്ച് നോക്കാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യാണ് 0 5. 0 5 എന്ന പോയിന്റ് മാർക്ക് ചെയ്തു. അടുത്ത പോയിന്റ് 1 5 ആണ്. 1 5 മീൻസ് എക്സ് കോർഡിനേറ്റ് 1 വൈ കോർഡിനേറ്റ് 5 മാർക്ക് ചെയ്തു. അല്ല എക്സ് 1 y 5 മാർക്ക് ചെയ്തു. അടുത്ത 2 5 എന്ന പോയിന്റ് മാർക്ക് ചെയ്യാണ്. എക്സ് 2 y 5 മാർക്ക് ചെയ്തു. ഇതെല്ലാം മാർക്ക് ചെയ്തു. ഇനി കൂടുതൽ പോയിന്റുകൾ വേണ്ടല്ലോ. 3 പോയിന്റ് കിട്ടുമ്പോൾ തന്നെ ആ ഗ്രാഫ് എങ്ങനെയാണ് എന്നുള്ള ധാരണ നമുക്ക് കിട്ടും. ആ പോയിന്റുകളെ തമ്മിൽ അങ്ങ് ജോയിൻ ചെയ്താൽ മതി. പോയിന്റുകൾ ജോയിൻ ചെയ്യുകയാണ്. അങ്ങനെ പോയിന്റുകളെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കിട്ടും. ആ തന്നിരിക്കുന്ന പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു, ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കിട്ടി. എഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ്. അപ്പോൾ ഈ ഗ്രാഫ് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇത് കാണുന്നത് y ആക്സിസിലെ 5ലൂടെ, ദറ്റ് മീൻസ് 0 5 എന്ന പോയിന്റിലൂടെ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും. അപ്പോൾ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 എന്നായിരുന്നെങ്കിൽ 3ൽ കൂടി എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ലൈൻ. എഫ് എക്സ് ഇസ് ഈക്വൽ ടു -2 എന്നായിരുന്നെങ്കിൽ -2ൽ കൂടി എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ലൈൻ. ജനറലി എഫ് എക്സ് ഇസ് ഈക്വൽ ടു സി എന്നാണെങ്കിൽ സി എന്ന പോയിന്റ് എവിടെയാണോ ആ പോയിന്റിൽ കൂടി എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ലൈൻ. അതായത് ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് പാരലൽ ലൈൻ ആയിരിക്കും. അപ്പോൾ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ളൊരു ലൈൻ കണ്ടാൽ അത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണെന്ന് മനസ്സിലാക്കാം. അത് ഏത് പോയിന്റിൽ കൂടെയാണ്, വൈ ആക്സിസിൽ ഏത് പോയിന്റിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത് നോക്കിയിട്ട് ആ പോയിന്റ്, ആ വാല്യൂ ആയിരിക്കും എഫ് എക്സ് ഇസ് ഈക്വൽ ടു ആ വാല്യൂ, അതായിരിക്കും ആ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. ഇതാണ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്ത ഫംഗ്ഷൻ നമുക്ക് കാണാം. മോഡുലസ് ഫംഗ്ഷനാണ് അടുത്ത ഫംഗ്ഷൻ. മോഡുലസ് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. മോഡുലസ് എന്ന് പറഞ്ഞാൽ സൈൻ കൺസിഡർ ചെയ്യേണ്ട, മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതായത് മോഡുലസ് ഓഫ് 7 എന്ന് പറഞ്ഞാൽ അത് 7 ആണ്. മോഡുലസ് ഓഫ് -7 എന്ന് പറഞ്ഞാലും 7 ആണ്. അപ്പോൾ മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്, ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ, എങ്ങനെ ഡിഫൈൻ ചെയ്യുക? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡുലസ് എക്സ് ഇസ് ഈക്വൽ ടു, വീണ്ടും എഫ് ഓഫ് എക്സ് എന്ന് വേണ്ട, അതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡുലസ് എക്സ്, അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്:
എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0. അതായത് എക്സ് സീറോയോ പോസിറ്റീവോ ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ സീറോയോ ഈക്വൽ ടു 0 ആണെങ്കിൽ, അതാണ് സീറോയോ പോസിറ്റീവോ ആണെങ്കിൽ മോഡുലസ് എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. എന്നാൽ എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ, ദാറ്റ് ഈസ് നെഗറ്റീവ് ആണെങ്കിൽ, അവിടെ മോഡുലസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സ് ആണ്. അപ്പോൾ ഇതാണ് മോഡുലസ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. ഇത് കാണുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, മോഡുലസ് എന്ന് പറയുമ്പോൾ സൈൻ വേണ്ടാന്നല്ലേ പറഞ്ഞ, പിന്നെ ഈ മൈനസ് ഇട്ടേക്കുന്നത് എന്താ ഇവിടെ? ഇങ്ങനെ ഒരു സംശയം നമുക്കുണ്ടാകാം. നമുക്കൊരു ചെറിയ എക്സാമ്പിൾ കാണുമ്പോൾ നമുക്ക് എൻ്റെ സംശയം മാറും. ഇപ്പോൾ എക്സ് 5 ആണെന്ന് വിചാരിക്കാം. എക്സ് 5 ആണെങ്കിൽ വാട്ട് ഈസ് എഫ് എക്സ്? മോഡുലസ് എക്സ്, ദാറ്റ് മീൻസ് മോഡുലസ് 5. മോഡുലസ് 5 തന്നെയാണ്. അതായത് എക്സ് തന്നെ കിട്ടി, എക്സ് 5 എന്നല്ലേ എടുത്തത്. അപ്പോൾ അതിൻ്റെ മോഡുലസ് എക്സ് എടുത്തപ്പോൾ ആ 5 തന്നെ കിട്ടി, ദാറ്റ് മീൻസ് എക്സ് തന്നെ കിട്ടി. അപ്പോൾ എക്സ് 0 ആണെങ്കിൽ ഇത് തന്നെ സംഭവിക്കും, മോഡുലസ് 0 തന്നെ കിട്ടും. അപ്പോൾ എക്സ് 0യോ അല്ലെങ്കിൽ 0യേക്കാൾ വലുതോ, ദാറ്റ് മീൻസ് പോസിറ്റീവോ ആയാൽ മോഡുലസ് എക്സ് തന്നെ ആയിരിക്കും. അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ല. അടുത്ത സ്ഥലത്താണ് ആ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. എന്താണ്? എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ, ദാറ്റ് മീൻസ് എക്സ് നെഗറ്റീവ് ആണെങ്കിൽ മോഡുലസ് എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞു. അവിടെയാണ് നമുക്കൊരു സംശയം വരുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കി അത് ക്ലിയർ ആവും. എക്സ് ഈസ് ഈക്വൽ ടു -5. Then what is fx? Modulus x. It is modulus of -5. Modulus of -5 എന്ന് പറയുന്നത് 5 ആണ്. ഈ 5നെ നമുക്ക് x എന്ന് എഴുതാൻ പറ്റില്ല, കാരണം x -5 ആണ്. x -5 ആണ്. അപ്പോൾ -x എടുത്താൽ എന്താവും? -x എടുത്താൽ -5 എന്നാവും, അത് +5 ആവും. അപ്പോൾ ഈ +5നെ നമുക്ക് -x എന്ന് എഴുതാം. അപ്പോൾ എന്ത് സംഭവിച്ചു നോക്കിയേ, fx = modulus x എന്ന് പറയുന്ന -x കിട്ടി. കണ്ടോ? അവിടെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, എക്സ് -5 എക്സ് നെഗറ്റീവാ. അപ്പോൾ -x എന്ന് എടുക്കുമ്പോൾ -5 അത് പോസിറ്റീവാ. ഈ -x എന്ന് പറയുന്ന 5 എക്സ് -5, അപ്പോൾ -x എന്ന് പറയുന്ന 5. അപ്പോൾ ഈ -x എന്ന് പറയുന്ന നമ്പർ നെഗറ്റീവ് നമ്പർ അല്ല, എക്സ് ആണ് ലെസ് ദാൻ 0, എക്സ് ആണ് നെഗറ്റീവ്. അപ്പോൾ -x എന്ന് എഴുതുമ്പോൾ അത് പോസിറ്റീവ് ആകുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ കൺഫ്യൂഷൻ്റെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതൊരു പ്രധാന ഡെഫിനിഷനാണ്. എന്താണ് മോഡുലസ് എക്സ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയാം, ഇഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, 0യോ പോസിറ്റീവോ ആണെങ്കിൽ മോഡുലസ് എക്സ് എന്ന് പറയുന്ന എക്സ് ആണ്. ഇഫ് എക്സ് ഈസ് ലെസ് ദാൻ 0, എക്സ് 0യേക്കാൾ കുറവ് അഥവാ നെഗറ്റീവ് ആണെങ്കിൽ മോഡുലസ് എക്സ് എന്ന് പറയുന്നത് -x ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ഡെഫിനിഷനാണ്. നമുക്കിനി അങ്ങോട്ട് പലയിടത്തും അത് ഉപയോഗിക്കേണ്ടി വരും, അതുകൊണ്ട് മറക്കരുത്. Modulus x is equal to x if x greater than or equal to 0, -x if x less than 0. നമുക്കിനി ഈ ഫംഗ്ഷൻ്റെ ഡൊമൈനിനെയും റേഞ്ചിനെയും കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അത് ചിന്തിക്കാനായിട്ട് ഇവിടെ എക്സിന് എന്തൊക്കെ വാല്യൂ കൊടുക്കാൻ പറ്റും എന്ന് ആലോചിച്ച് നോക്കുക. എക്സിന് ഏത് റിയൽ നമ്പർ വാല്യൂവും കൊടുക്കാം, ഏത് വാല്യൂ നമുക്ക് കൊടുക്കാം. അതുകൊണ്ട് എക്സ് വാല്യൂസിൻ്റെ സെറ്റാണല്ലോ ഡൊമൈൻ. അപ്പോൾ എക്സിന് ഏത് വാല്യൂവും കൊടുക്കാം. ദാറ്റ് മീൻസ് ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഇനി റേഞ്ച് ഡൊമൈൻ 6 ആണ്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് ഡൊമൈൻ. ഇനി റേഞ്ചിനെ കുറിച്ച്, റേഞ്ച് എന്ന് പറയുമ്പോൾ എഫ്എക്സിൻ്റെ വാല്യൂസാണ്, ദാറ്റ് മീൻസ് മോഡെക്സിൻ്റെ വാല്യൂസാണ്. മോഡെക്സിന് എന്തൊക്കെ വാല്യൂ വരാം? എഫ്എക്സിൻ്റെ വാല്യൂ മീൻസ് മോഡെക്സിൻ്റെ വാല്യൂ. മോഡെക്സിന് എന്തൊക്കെ വാല്യൂ വരാം? എക്സ് 0 വന്നാൽ മോഡെക്സ് 0 തന്നെ വരും, അപ്പോൾ എഫ്എക്സിന് 0 എന്ന വാല്യൂ വരാം. ഇനി എക്സ് പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും മോഡെക്സ് പോസിറ്റീവ് ആകും, അപ്പോൾ എഫ്എക്സിന് പോസിറ്റീവ് വാല്യൂസും വരാം, നെഗറ്റീവ് വാല്യൂസ് വരില്ല. എഫ്എക്സിന് വരാവുന്നത് ഒന്നുകിൽ 0 വരാം. എപ്പോഴാണ് 0 വരുന്നത്? എക്സ് 0 ആകുമ്പോൾ. പിന്നെ വരാവുന്ന പോസിറ്റീവാണ്. എപ്പോഴാണ് പോസിറ്റീവ് വരുന്നത്? എക്സ് പോസിറ്റീവ് നമ്പർ വന്നാലും മോഡെക്സ് പോസിറ്റീവ് വരും, എക്സ് നെഗറ്റീവ് നമ്പർ വന്നാലും മോഡെക്സ് പോസിറ്റീവ് വരും. അപ്പോൾ മോഡെക്സ് അല്ലെങ്കിൽ എഫ്എക്സിന് വരാവുന്ന വാല്യൂസ് 0യും പോസിറ്റീവ് റിയൽ നമ്പേഴ്സുമാണ്. അതുകൊണ്ട് നമുക്ക് ആ റേഞ്ചിനെ ഇങ്ങനെ എഴുതാം, R+. മീൻസ് സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്, അതിനോടൊപ്പം 0യും കൂടെ ചേരണം. അതാണ് R+ യൂണിയൻ സെറ്റ് 0. അല്ലെങ്കിൽ പോസിറ്റീവ് റിയൽ നമ്പേഴ്സും 0യും എന്ന് പറയുമ്പോൾ 0 മുതൽ ഇൻഫിനിറ്റി വരെ എന്ന അതിനെ നമുക്ക് ഇൻ്റർവൽ ഫോമിലും എഴുതാം. ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 മീൻസ് 0യിൽ തുടങ്ങി അങ്ങ് ഇൻഫിനിറ്റി വരെ, അങ്ങനെ എഴുതാം. രണ്ടും ഒന്ന് തന്നെയാണ്. R+ യൂണിയൻ സെറ്റ് 0 എന്ന് എഴുതിയ അതേ തന്നെയാണ് നമ്മൾ 0 എന്ന ഇൻ്റർവൽ ഫോമിലും എഴുതിയത്. ഇതാണ് ആ ഫംഗ്ഷൻ്റെ റേഞ്ച്. നമുക്ക് ഇനി ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് കുറച്ച് പോയിന്റുകൾ കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം, ഒരു ടേബിൾ തയ്യാറാക്കാം. ഇങ്ങനൊരു ടേബിൾ തയ്യാറാക്കുമ്പോൾ
എഫ് എക്സ് ഇസിക്കൽ ടു മോഡ് എക്സ്. അപ്പോൾ എക്സിന് വാല്യൂ കൊടുക്കുന്നു, എഫ് എക്സിൻ്റെ വാല്യൂ എഴുതുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. എക്സിന് ഞാൻ കുറച്ച് വാല്യൂസ് കൊടുക്കുക. ഞാൻ ഇവിടെ ആദ്യം എക്സിന് 0 എന്ന് കൊടുത്തു. എഫ് എക്സ് ഇസിക്കൽ ടു മോഡ് എക്സ് ആണ്. എക്സിന് 0 കൊടുത്താൽ മോഡുലസ് ഓഫ് 0 തന്നെ വരും. അപ്പോൾ എക്സ് 0 എഫ് എക്സ് 0. ഗ്രാഫ് മാപ്പ് ചെയ്യുമ്പോൾ എക്സ് വാല്യൂവിനെ എക്സ് കോർഡിനേറ്റായും എഫ് എക്സ് വാല്യൂവിനെ വൈ കോർഡിനേറ്റായിട്ടുമാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ആ 0 എന്ന് പോയിന്റ് കിട്ടും. അടുത്തത് എക്സ് 1 കൊടുത്താൽ എഫ് ഓഫ് 1 ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് 1, അത് 1 തന്നെ കിട്ടും. എക്സ് 2 കൊടുത്താൽ മോഡുലസ് ഓഫ് 2 തന്നെ കിട്ടും. എക്സ് 3 കൊടുത്താൽ മോഡുലസ് ഓഫ് 3 തന്നെ കിട്ടും. അപ്പോൾ 1 കിട്ടുന്നു, 2 3. അടുത്ത എക്സ് -1 കൊടുത്താൽ മോഡുലസ് ഓഫ് -1 എഫ് എക്സ് ഇസിക്കൽ ടു മോഡുലസ് ഓഫ് എക്സ് ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് -1, അത് 1 ആണ്. -2 കൊടുത്താൽ മോഡുലസ് ഓഫ് -2 ആണ് എഫ് എക്സ്, അത് 2 ആണ്. -3 കൊടുത്താൽ മോഡുലസ് ഓഫ് -3, അത് 3 ആണ്. അപ്പോൾ ഏതൊക്കെ പോയിന്റുകൾ നമുക്ക് കിട്ടുന്നു? ഒരു പോയിന്റ് -3 കിട്ടും, അടുത്തത് -2 കിട്ടും, അടുത്തത് -1 കിട്ടും, ദെൻ 0 കിട്ടും, ദെൻ 1 കിട്ടും, ദെൻ 2 കിട്ടും, 3 കിട്ടും. ഇത്രയും പോയിന്റുകളാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ പോയിന്റുകളൊന്നും മാർക്ക് ചെയ്യാം. ആദ്യം നമുക്ക് മാർക്ക് ചെയ്യാം 0 എന്ന പോയിന്റാണ് ആദ്യം മാർക്ക് ചെയ്യാൻ പോകുന്നത്. 0 അപ്പോൾ ആദ്യം 0 എന്ന പോയിന്റ് മാർക്ക് ചെയ്യുകയാണ്. 0 എന്ന പോയിന്റ് ആദ്യം മാർക്ക് ചെയ്യുന്നു. സീറോ എന്ന പോയിന്റ് മാർക്ക് ചെയ്തു. അടുത്തതായി മാർക്ക് ചെയ്യാൻ പോകുന്നത് അടുത്ത പോയിന്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത പോയിന്റ് 1 ആണ്. x1 fx1. അപ്പോൾ അടുത്ത പോയിന്റ് 1 ആണ്. 1 എന്ന പോയിന്റ് മാർക്ക് ചെയ്യുന്നു. 1. അടുത്ത പോയിന്റ് 2 ആണ്, അത് മാർക്ക് ചെയ്യുന്നു. 2 മാർക്ക് ചെയ്തു. അടുത്ത 3 ആണ്, അത് മാർക്ക് ചെയ്യുന്നു. 3 മാർക്ക് ചെയ്തു. ഇനിയും നോക്കുക, ഇനി എന്തൊക്കെ പോയിന്റുകൾ ഉണ്ട് എന്ന് നോക്കുക. -1 ഉണ്ട്, -2 ഉണ്ട്, -3 ഉണ്ട്. അതുകൂടി മാർക്ക് ചെയ്യാം. -1. അടുത്ത പോയിന്റ് ആണ് -1. അടുത്തത് -2. അടുത്ത പോയിന്റ് -3. -2. അടുത്തത് -3 മാർക്ക് ചെയ്തു. ഇത്രയുമല്ല, ഇതിനിടയ്ക്കൊക്കെ 0ക്കും 1നും ഇടയ്ക്കൊക്കെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് എല്ലാം വേണം. പക്ഷെ നമുക്ക് എല്ലാ പോയിന്റുകളുടെ കൂടെ ഒന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് പോയിന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഉണ്ട് x4 വരും, fx4 വരും. അപ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ പോവും, ഇവിടെ ഇങ്ങനെ പോവും. ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കിട്ടും. ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കണ്ടോ, ഇതാണ് മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. അതായത് അതൊരു വി ഷേപ്ഡ് കർവിലാണ്, വി ഷേപ്പിലുള്ള ഒരു ഗ്രാഫാണ്. ഈ വി ഷേപ്പ് ഗ്രാഫ് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. അവിടെ ഇത് ഈ റൈറ്റ് സൈഡിലെ പാർട്ട് ശ്രദ്ധിച്ചാൽ അത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഗ്രാഫ് പോലെയാണ്. അത് എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞല്ലോ എക്സ് >0 വന്നാൽ മോഡുലസ് എക്സ് എഫ് എക്സ് ഇസിക്കൽ ടു മോഡുലസ് എക്സ് എക്സ് തന്നെയാണ് എന്ന് പറഞ്ഞല്ലോ. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എഫ് എക്സ് ഇസിക്കൽ ടു എക്സ് എന്നല്ലേ. പക്ഷേ അത് >0 മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ റൈറ്റ് സൈഡിലേക്ക് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഗ്രാഫ് പോലെ വന്നത്. ലെഫ്റ്റിൽ ഐഡൻറ്റിറ്റിയുടെ ഗ്രാഫ് അല്ല, അത് മാറി ഇങ്ങോട്ടായി. അത് -x ആണ്. അപ്പോൾ ഇതാ വി ഷേപ്പാണ് ഒരു മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഈ വി ഷേപ്പ് ശ്രദ്ധിച്ചു നോക്കിയാൽ വേറൊരു പ്രത്യേകത കൂടി കാണാം. ഈ ലൈൻ 2 ആക്സിസുമായിട്ട് ഒരേ ആംഗിൾ ഉണ്ടാക്കുന്ന ലൈനാണ്. ഇതും അത് തന്നെയാണ്, 2 ആക്സിസുമായിട്ട് ഒരേ ആംഗിളാണ് ഉണ്ടാക്കുന്നത്. ഇത് 2 സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ഇവിടെ വന്ന് അവസാനിക്കുകയല്ല, ഇൻഫിനിറ്റിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ഒരു ഗ്രാഫാണ്. ഇനി മറ്റൊരു കാര്യം, നമ്മളൊരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് കണ്ടാൽ ഗ്രാഫിൽ നിന്ന് ഡൊമൈനും റേഞ്ചും പറയാൻ പറ്റും. എങ്ങനെ ഗ്രാഫിൽ നിന്ന് ഡൊമൈനും റേഞ്ചും പറയുക? ഗ്രാഫിൽ നിന്ന് ഡൊമൈനും റേഞ്ചും പറയണമെങ്കിൽ ആ ഗ്രാഫിലെ പോയിന്റുകൾ എടുത്തിട്ട് അതിൻ്റെ എക്സ് കോർഡിനേറ്റുകൾ നോക്കിയാൽ മതി, നമുക്ക് ഡൊമൈൻ പറയാം.
ആ പോയിന്റിൻ്റെ y കോർഡിനേറ്റുകൾ നോക്കിയാൽ നമുക്ക് റേഞ്ച് പറയാം. നിങ്ങളിവിടെ നോക്കിയാൽ കാണാമല്ലോ, നിങ്ങൾ ഈ ഗ്രാഫിലെ പോയിന്റുകളിൽ നിന്ന് എക്സ് കോർഡിനേറ്റ് മീൻസ് എക്സ് ആക്സിസിലേക്ക് ഇങ്ങനെ പെർപെൻഡിക്കുലർ വരച്ച് നോക്കിയാൽ മതി. പെർപെൻഡിക്കുലർ വരച്ച് നോക്കുമ്പോൾ ഇവിടെ എല്ലാം ഈ എല്ലാ പോയിന്റിലും മീറ്റ് ചെയ്യും. ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വെച്ച് ഇവിടെ മീറ്റ് ചെയ്യാം, ഇവിടുന്ന് വരച്ച് ഇങ്ങോട്ട് മീറ്റ് ചെയ്യാം, ഇങ്ങോട്ടും പോകും. ഇവിടെയും ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു, ഇവിടെയും അങ്ങനെ തന്നെ, ഇവിടെ എല്ലാം മാർക്കാം. അപ്പോൾ എല്ലാ എക്സ് വാല്യൂസിലും വരും. അതുകൊണ്ട് ഡൊമൈൻ ആറാണ്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സാണ് ഡൊമൈൻ. എന്നാൽ റേഞ്ച് എന്ന് പറയുന്ന വൈ വാല്യൂസാണ്, റേഞ്ച് വൈയുടെ വാല്യൂസാണ്. അപ്പോൾ ഗ്രാഫിലെ പോയിന്റുകളിൽ നിന്ന് വൈ ആക്സിസിലേക്ക് വരച്ച പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. നിങ്ങൾ ഇവിടുന്ന് വൈ ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ ഇങ്ങനെ വരയ്ക്കുക, ഇവിടെ വെച്ചാൽ ഇവിടെ മീറ്റ് ചെയ്യുന്നു, ഇവിടുന്നൊക്കെ വരച്ചാൽ ഈ പോയിന്റുകളിലെല്ലാം മീറ്റ് ചെയ്യും. 0 മുതൽ മുകളിലോട്ടുള്ള പോയിന്റുകളിൽ മീറ്റ് ചെയ്യത്തുള്ളൂ, 0യുടെ താഴോട്ട് മീറ്റ് ചെയ്യില്ല. കാരണം ഗ്രാഫ് താഴേക്കില്ലല്ലോ, അതുകൊണ്ട് തന്നെ താഴേക്ക് മീറ്റ് ചെയ്യുകയില്ല. അപ്പോൾ റേഞ്ച് വാല്യൂ എന്ന് പറയുന്നത് 0യും പോസിറ്റീവ് റിയൽ നമ്പേഴ്സുമാണ്. അതാണ് 0 മുതൽ ഇൻഫിനിറ്റി വരെ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ R പ്ലസ് യൂണിയൻ സെറ്റ് 0 എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് മനസ്സിലുണ്ടാവണം. അവിടെ നമുക്ക് ഗ്രാഫ് തന്നിട്ട് ഈ പല ടൈപ്പ് ഗ്രാഫുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എക്സാമിന് ചിലപ്പോൾ ചോദിക്കുന്ന അങ്ങനെ ആയിരിക്കും, കുറച്ച് ഗ്രാഫുകൾ തരും, ഗ്രാഫ് തന്നിട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ മാച്ച് ചെയ്യാനൊക്കെ ചോദിക്കും. അപ്പോൾ ഈ വി ഷേപ്പ് കർവ് കാണുമ്പോൾ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യണം, അതാണ് പ്രത്യേകത. വി ഷേപ്പ് കർവ് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും അത് മോഡുലസ് എക്സിൻ്റെ ഗ്രാഫാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയണം. ഇപ്പോൾ ഇതാണ് മോഡുലസ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് കാണാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 1. നമുക്ക് നോക്കാം. നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി ഇവിടെ ഒരു കാര്യം, നമുക്ക് ഡൊമൈനും റേഞ്ചും നമുക്ക് ഇപ്പോൾ തന്നെ പറയാം. കാരണം എക്സിന് എന്തൊക്കെ വാല്യൂ കൊടുക്കാം, എക്സിന് ഏത് വാല്യൂവും കൊടുക്കാം. അപ്പോൾ ഡൊമൈൻ ആറാണ് എന്ന് പറയാം. റേഞ്ചോ എഫ് എക്സിന് എന്തൊക്കെ വാല്യൂ വരും നോക്കിയാൽ മതി. അത് നോക്കാൻ എക്സ് 0 കൊടുത്താൽ, എക്സിന് 0 എന്ന വാല്യൂ കൊടുത്താൽ ഇവിടെ മോഡുലസ് ഓഫ് 0 വരും, അത് 0 ആണ്. 0 പ്ലസ് 1 1 വരും. അപ്പോൾ എക്സ് 0 കൊടുത്താൽ എഫ് എക്സ് 1 എന്ന് വരും. എക്സിന് വേറെ ഏത് വാല്യൂ കൊടുത്താലും, ഒരു പോസിറ്റീവ് വാല്യൂവോ നെഗറ്റീവ് വാല്യൂവോ ഏത് കൊടുത്താലും മോഡുലസ് എക്സ് പോസിറ്റീവ് ആയിരിക്കും. മോഡുലസ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂ പ്ലസ് 1 അത് 1നേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ എക്സിന് ഇതൊക്കെ വരാം. എക്സ് 0 കൊടുത്താൽ എഫ് എക്സ് 1 എന്ന് വരാം. 0 അല്ലാതെ വേറെ ഏത് വാല്യൂ കൊടുത്താലും എഫ് എക്സ് 1നേക്കാൾ കൂടുതലാവും. അപ്പോൾ 1 മുതൽ ഇൻഫിനിറ്റി വരെയാണ് ഈ ഫംഗ്ഷൻ്റെ റേഞ്ചിൽ വരുന്നത്. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് ലെഫ്റ്റ് ക്ലോസ്ഡ് ഇൻ്റർവൽ 1 മുതൽ ഇൻഫിനിറ്റി വരെ. അപ്പോൾ നമ്മൾ മോഡ് എക്സ് പ്ലസ് 2 എന്നായിരുന്നെങ്കിൽ 2 മുതൽ ഇൻഫിനിറ്റി വരെ വന്നേനെ. മോഡ് എക്സ് മൈനസ് 1 എന്നായിരുന്നെങ്കിൽ -1 മുതൽ ഇൻഫിനിറ്റി വരെ വന്നേനെ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് കണ്ടു നോക്കാം. ഗ്രാഫ് വരയ്ക്കാൻ വാല്യൂസ് കൊടുക്കാം. എക്സിന് 0 കൊടുത്തു, എക്സ് 0 കൊടുത്താൽ മോഡുലസ് 0 0 0 പ്ലസ് 1 1 എന്ന് കിട്ടി. എക്സ് 1 കൊടുത്തു, അപ്പോൾ 1 പ്ലസ് 1 2 കിട്ടി. എക്സ് 2 കൊടുത്തു, അപ്പോൾ 2 മോഡുലസ് 2 ആണ്, 2 പ്ലസ് 1 3 കിട്ടി. എക്സ് 3 കൊടുത്താൽ മോഡുലസ് 3 ആണ്, 3 പ്ലസ് 1 4 കിട്ടി. എക്സ് -1 കൊടുത്താൽ മോഡുലസ് ഓഫ് -1 അത് 1 ആണ്, അപ്പോൾ വീണ്ടും 1 പ്ലസ് 1 2 കിട്ടും. എക്സ് -2 കൊടുത്താൽ മോഡുലസ് ഓഫ് -2 ആണ്, അത് 2 ആണ്, 2 പ്ലസ് 1 3 എന്ന് കിട്ടും. എക്സ് -3 കൊടുത്താൽ മോഡുലസ് ഓഫ് -3 പ്ലസ് 1, മോഡുലസ് ഓഫ് -3 3 ആണ്, 3 പ്ലസ് 1 4 കിട്ടും. അപ്പോൾ പോയിന്റുകൾ കിട്ടി. ആ ഒരു പോയിന്റ് 0 1 ആണ്, മറ്റേത് 1 2 ആണ്, അടുത്ത 2 3 ആണ്, അടുത്ത 3 4 ആണ്, ദെൻ -1 2 -2 3 -3 4. നമുക്ക് ഈ പോയിന്റുകളൊന്ന് മാർക്ക് ചെയ്യാം. ആദ്യത്തെ പോയിന്റ് 0 1 എന്ന പോയിന്റ് മാർക്ക് ചെയ്യുന്നു. 0 1 മാർക്ക് ചെയ്തു. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. അടുത്ത പോയിന്റ് 1 2 ആണ്. 1 2 ഉണ്ട്, ദെൻ 2 3 ഉണ്ട്, ദെൻ 3 4 ഉണ്ട്. ആ 3 പോയിന്റുകൾ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. 1 2 2 3 3 4. 1 2 2 3 ദെൻ 3 4 മാർക്ക് ചെയ്തു. കഴിഞ്ഞില്ല, ഇനിയുമുണ്ട്. അടുത്ത പോയിന്റ് അത് നോക്കാം. എക്സ് -1 എഫ് എക്സ് 2, അപ്പോൾ -1 2 ആണ് അടുത്ത പോയിന്റ്. -1 2 ഉണ്ട്, -2 3 ഉണ്ട്, -3 4 ഉണ്ട്. -1 2 ദെൻ -2 3, അടുത്തത് -3 4 മാർക്ക് ചെയ്തു.
ഇനിയും നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റുകൾ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. എല്ലാം മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കിട്ടിക്കഴിയുമ്പോൾ ഈ പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാഫ് കിട്ടും. ആ പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. ആ പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്തു. നമുക്ക് ആ മോഡുലസ് എക്സ് പ്ലസ് 1ന്റെ ഗ്രാഫാണ് ഈ കിട്ടിയിരിക്കുന്നത്. മോഡുലസ് എക്സ് പ്ലസ് 1ന്റെ ഗ്രാഫ്. ഈ ഗ്രാഫിലേക്ക് നോക്കിയാൽ ഈ ഗ്രാഫ് നേരത്തെ ഫംഗ്ഷന്റെ ഡൊമൈൻ റേഞ്ച് ഒക്കെ നമ്മൾ ഗ്രാഫിന്റെ സഹായം ഇല്ലാതെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും നമുക്ക് ഗ്രാഫ് ഉപയോഗിച്ച് നോക്കാം. എന്താണ് ഡൊമൈൻ? ഡൊമൈനെ കുറിച്ച് പറഞ്ഞല്ലോ. ഗ്രാഫിലെ എക്സ് പോയിന്റുകളുടെ എക്സ് കോർഡിനേറ്റുകളാണ് ഡൊമൈൻ. എക്സ് കോർഡിനേറ്റ് അറിയാൻ ഗ്രാഫിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലേഴ്സ് ഇങ്ങനെ വരച്ച് നോക്കണം. വരയ്ക്കുമ്പോൾ എവിടെയൊക്കെ മീറ്റ് ചെയ്ത് നോക്കിയാൽ മതി, എല്ലായിടത്തും മീറ്റ് ചെയ്യും. അപ്പോൾ ഡൊമൈൻ ആറാണ്. റേഞ്ച് അറിയാൻ ഗ്രാഫിൻ്റെ പോയിന്റിൽ നിന്ന് വൈ ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക. വരച്ചാൽ 1 മുതൽ മീറ്റ് ചെയ്ത് താഴോട്ട് വരത്തില്ല. കാരണം ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ 1ൽ തുടങ്ങി അങ്ങ് ഇൻഫിനിറ്റി വരെ, ഇവിടുന്ന് വരയ്ക്കും ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ 1 മുതൽ ഇൻഫിനിറ്റി വരെ പോകും. അതുകൊണ്ട് റേഞ്ച് 1 ഇൻഫിനിറ്റി ആണെന്നും മനസ്സിലാക്കാം. ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് ഡൊമൈനും റേഞ്ചും പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 2 ഗ്രാഫുകളാണ് പരിചയപ്പെട്ടത്. ഒന്ന് മോഡെക്സിൻ്റെ ഗ്രാഫ്, മറ്റൊന്ന് മോഡെക്സ് പ്ലസ് 1ന്റെ ഗ്രാഫ്. നമുക്ക് ഈ 2 ഗ്രാഫുകളും ഒന്ന് ഒരുമിച്ച് കണ്ടു നോക്കാം എന്താണ് പ്രത്യേകത എന്നുള്ളത്. മോഡെക്സ് പ്ലസ് 1ന്റെ ഗ്രാഫ് നിങ്ങൾ കാണുന്നുണ്ട്. മോഡെക്സിൻ്റെ ഗ്രാഫ് കൂടി ഞാൻ ഒന്ന് മാർക്ക് ചെയ്യാണ്. മോഡെക്സിൻ്റെ ഗ്രാഫ് ഒന്ന് പരിശോധിച്ചാൽ ഈ ഗ്രീൻ നിറത്തിൽ കാണുന്നത് മോഡെക്സിൻ്റെ ഗ്രാഫും റെഡ് കളറിൽ കാണുന്ന മോഡെക്സ് പ്ലസ് 1ന്റെ ഗ്രാഫുമാണ്. എന്താ സംഭവിച്ചെന്ന് നോക്കിയാൽ മോഡെക്സിൻ്റെ ഗ്രാഫ് മോഡെക്സ് പ്ലസ് 1 ആയപ്പോൾ 1 യൂണിറ്റ് മുകളിലേക്ക് മാറുകയാണ് ചെയ്തത്. അപ്പോൾ മോഡെക്സ് പ്ലസ് 2 എന്നായിരുന്നെങ്കിൽ 2 യൂണിറ്റ് മുകളിലേക്ക് മാറിയാണ്. മോഡെക്സ് പ്ലസ് 2 എന്ന് വന്നാൽ മോഡെക്സ് പ്ലസ് 2 എന്ന് വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോണത് ഇത് 2 യൂണിറ്റ് മുകളിലേക്ക് മാറും. കണ്ടോ, ഇതാണ് മോഡെക്സ് പ്ലസ് 2ന്റെ ഗ്രാഫ്. അപ്പോൾ മോഡെക്സ് മൈനസ് 1ന്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കും നിങ്ങൾ വരച്ച് നോക്കണം. നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും മോഡെക്സ് മൈനസ് 1ന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ മോഡെക്സിൻ്റെ ഗ്രാഫ് കാണുന്നുണ്ട്, അതിൽ നിന്ന് 1 യൂണിറ്റ് താഴേക്ക് ഇറങ്ങുന്നതായിരിക്കും മോഡെക്സ് മൈനസ് 1ന്റെ ഗ്രാഫ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പറയാം. മോഡെക്സ് മൈനസ് 2 എന്നാണെങ്കിൽ മോഡെക്സിൻ്റെ അവിടെ നിന്ന് 2 യൂണിറ്റ് താഴേക്ക് വരും. അപ്പോൾ മോഡെക്സ് പ്ലസ് എ എന്നാണെങ്കിൽ എ യൂണിറ്റ് മുകളിലേക്കും മോഡെക്സ് മൈനസ് എ എന്നാണെങ്കിൽ എ യൂണിറ്റ് താഴേക്കും പോകുന്നതായിരിക്കും ഗ്രാഫ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ഗ്രാഫ് കാണാം. അടുത്ത നിങ്ങൾ ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡെക്സ് മൈനസ് 1. ഗ്രാഫ് വരച്ചിട്ട് അതിൻ്റെ ഡൊമൈൻ റേഞ്ചും ഇപ്പോൾ പറഞ്ഞ രീതിയിൽ ടേബിൾ തയ്യാറാക്കി നിങ്ങൾ സ്വയം ഗ്രാഫ് വരച്ച് നോക്കുക. അടുത്തത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1. ഇതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഡൊമൈൻ റേഞ്ചും പരിശോധിച്ചാൽ എക്സിന് നമുക്ക് ഏത് വാല്യൂ കൊടുക്കാം എന്നുള്ളതുകൊണ്ട് ഡൊമൈൻ 6 ആയിരിക്കും. റേഞ്ച് എന്ന് പറഞ്ഞാൽ എഫ് എക്സിൻ്റെ വാല്യൂസാണ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 ആണ്. അവിടെ സംഭവിക്കുന്ന എക്സിന് നമ്മൾ എന്ത് വാല്യൂ കൊടുത്താലും റിയൽ നമ്പർ ആയിരിക്കും. എക്സ് പ്ലസ് 1 ഒരു റിയൽ നമ്പർ ആയിരിക്കും. പക്ഷേ മോഡുലസ് എടുക്കുന്നത് കൊണ്ട് പോസിറ്റീവ് റിയൽ നമ്പറേ വരത്തുള്ളൂ, നെഗറ്റീവ് വരത്തില്ല. 0യും വരാം. 0 വരുന്നപ്പോഴാണ് എക്സ് മൈനസ് 1 വന്നാൽ 0 വരാം. ബാക്കി ഏത് വാല്യൂ വന്നാലും പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് വരും. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സും 0യും അല്ലെങ്കിൽ ആർ പ്ലസ് യൂണിയൻ സെറ്റ് 0 അല്ലെങ്കിൽ അതിനെ 0 ഇൻഫിനിറ്റി എന്ന് പറയാം. ഇതായിരിക്കും റേഞ്ച്. ഗ്രാഫ് വരച്ച് നോക്കാം. എക്സിന് 0 കൊടുക്കുന്നു. അപ്പോൾ എഫ് ഓഫ് 0 മോഡുലസ് ഓഫ് 0 പ്ലസ് 1. 0 പ്ലസ് 1 1 ആണ്. വൈ 1 കിട്ടി. എക്സ് 1 കൊടുത്താൽ 1 പ്ലസ് 1 2 കിട്ടും. എക്സ് 2 കൊടുത്താൽ 2 പ്ലസ് 1 ആണ് 3 കിട്ടും. എക്സ് 3 കൊടുത്താൽ 3 പ്ലസ് 1 ആണ് 4 കിട്ടും. എക്സ് മൈനസ് 1 കൊടുത്താൽ മൈനസ് 1 പ്ലസ് 1 അത് 0 എന്ന് കിട്ടും. എക്സ് മൈനസ് 2 കൊടുത്താൽ മൈനസ് 2 പ്ലസ് 1 അത് മൈനസ് 1 എന്ന് കിട്ടും. അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ 1 ആവും. എക്സ് മൈനസ് 3 കൊടുത്താൽ മൈനസ് 3 പ്ലസ് 1 ആണ് അത് മൈനസ് 2 വരും. അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ 2 ആവും. അപ്പോൾ പോയിന്റുകൾ കിട്ടി 0 1 1 2 2 3 3 4 ദെൻ മൈനസ് 1 0 മൈനസ് 2 1 മൈനസ് 3 2. നമുക്ക് ആ പോയിന്റുകളൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. 0 1 1 2 2 3 മാർക്ക് ചെയ്യാം. 0 1 0 1 അടുത്ത 1 2 1
അടുത്ത 2 3, അടുത്ത 3 4. തീർന്നില്ല, ഇനിയുമുണ്ട്. ഇനി ഏതൊക്കെ പോയിന്റ് നമുക്ക് നോക്കാം. -1 0 ഉണ്ട്, -2 1 ഉണ്ട്, -3 2 ഉണ്ട്. -1 0, -2 1, -3 2. -1 0, -1 0. ഓക്കെ. അടുത്ത -2 1, -2 1. ഓക്കെ. അടുത്ത -3 2 ആണ്, -3 2. തീർന്നില്ല, ഇനി നമുക്ക് -4 കൊടുക്കുകയാണെങ്കിൽ -4 3 എന്ന് കിട്ടും. -4 3 ഇങ്ങനെ കിട്ടി. നമുക്ക് ഇതിനെല്ലാം തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്യാം. ഈ ഗ്രാഫുകളെല്ലാം ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1, മോഡുലസ് എക്സ് പ്ലസ് 1 അല്ല, മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1, മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1ന്റെ ഗ്രാഫ്. ആ വ്യത്യാസം മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ ചെയ്തത് മോഡുലസ് എക്സ് പ്ലസ് 1 ആണ്. മോഡുലസ് എക്സ് പ്ലസ് 1, എക്സിന്റെ മോഡുലസ് എടുത്തിട്ട് പ്ലസ് 1. അതാണ് നേരത്തെ പറഞ്ഞത്. മോഡെക്സിന്റെ ഗ്രാഫിൽ നിന്ന് ഒരു യൂണിറ്റ് മുകളിലോട്ട് മാറുമെന്ന് പറഞ്ഞു. മോഡെക്സ് -1 ആണെങ്കിൽ ഒരു യൂണിറ്റ് താഴോട്ട് മാറുമെന്ന് പറഞ്ഞു. ഇതല്ല, ഇത് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 ആണ്. അതിന്റെ ഗ്രാഫ് എങ്ങനെ വന്നു നോക്കൂ. ഇതാണ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1ന്റെ ഗ്രാഫ്. നമുക്കിതിനെ മോഡെക്സിന്റെ ഗ്രാഫുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. മോഡെക്സിന്റെ ഗ്രാഫ് കാണുന്നുണ്ട്. ഈ ഗ്രീൻ കളറിൽ കാണുന്ന മോഡെക്സിന്റെ ഗ്രാഫാണ്. ഈ ബ്ലൂ കളറിൽ കാണുന്നത് മോഡുലസ് എക്സ് പ്ലസ് 1ന്റെ ഗ്രാഫാണ്. എന്താ സംഭവിച്ചത്? മോഡെക്സിന്റെ ഗ്രാഫിൽ നിന്ന് ഒരു യൂണിറ്റ് ലെഫ്റ്റിലേക്ക് മാറുകയാണ് ചെയ്തത്. ഒരു യൂണിറ്റ് ലെഫ്റ്റിലേക്ക് മാറി. അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 2 എന്നായിരുന്നെങ്കിൽ 2 യൂണിറ്റ് ലെഫ്റ്റ് മാറിയത്. അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് -1 ആണെങ്കിൽ ഒരു യൂണിറ്റ് റൈറ്റിലോട്ട് മാറും. അതാ ശ്രദ്ധിക്കേണ്ടത്. മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 വന്നപ്പോൾ എക്സ് പ്ലസ് കേൾക്കുമ്പോൾ നമ്മൾ റൈറ്റ് ആണെന്ന് വിചാരിക്കും. റൈറ്റ് അല്ല മാറിയത്, ലെഫ്റ്റോട്ടാണ്, ലെഫ്റ്റിലേക്കാണ് മാറിയത്. മോഡുലസ് ഓഫ് എക്സ് -1 എന്ന് വന്നിരുന്നെങ്കിൽ ഷിഫ്റ്റിംഗ് റൈറ്റിലോട്ട് മാറുമായിരുന്നു. മോഡുലസ് ഓഫ് എക്സ് -1 ആണെങ്കിൽ റൈറ്റിലോട്ട് മാറുമായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് പോയിന്റ് കൊടുത്ത് മനസ്സിലാക്കാവുന്ന, പോയിന്റ് കൊടുത്ത് നിങ്ങൾ സ്വയം ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഗ്രാഫിന്റെ മാറ്റം പിടികിട്ടും. നിങ്ങൾക്ക് സ്വയം കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് ഇതെല്ലാം. ഓക്കെ. മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1ന്റെ മോഡുലസ് ഓഫ് എക്സ് -1ന്റെ ഗ്രാഫ് കൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം. മോഡുലസ് ഓഫ് എക്സ് -1ന്റെ ഗ്രാഫ്, മോഡുലസ് ഓഫ് എക്സ് കേട്ടോ, ഒരു യൂണിറ്റ് മോഡെക്സിന്റെ ഗ്രാഫും ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഇത് ഈ ഗ്രീൻ കളറിൽ കാണുന്ന മോഡെക്സിന്റെ ഗ്രാഫും ഇത് മോഡുലസ് ഓഫ് എക്സ് -1ന്റെ ഗ്രാഫുമാണ്. ഒരു യൂണിറ്റ് റൈറ്റിലേക്ക് മാറി. ഇപ്പം നിങ്ങൾക്കിത് കമ്പയർ ചെയ്ത് നിങ്ങൾ സ്വയം പരിശോധിക്കാവുന്നതാണ്. നമുക്ക് ഒരു ഗ്രാഫ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു -മോഡുലസ് എക്സ്. ഇവിടെയും നമുക്ക് ഡൊമൈൻ റേഞ്ച് പറയാൻ പറ്റും. ഡൊമൈൻ എക്സിന് ഏത് വാല്യൂ കൊടുക്കാന്നുള്ളത് ഡൊമൈൻ R ആണെന്ന് പറയാം. എഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എഫ് എക്സ് മീൻസ് -മോഡെക്സ് ആണ്. എക്സ് 0 വന്നാൽ എഫ് എക്സ് 0 തന്നെ വരും. എക്സ് പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും മോഡുലസ് എക്സ് പോസിറ്റീവ് ആകും. പക്ഷെ -മോഡെക്സ് ആയതുകൊണ്ട് അത് നെഗറ്റീവ് വരും. അപ്പോൾ എഫ് എക്സിന് വരുന്നത് നെഗറ്റീവ് റിയൽ നമ്പേഴ്സും 0യുമാണ് എഫ് എക്സിന്റെ വാല്യൂസ് ആയിട്ട് വരുന്നത്. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് റിയൽ നമ്പേഴ്സും 0യും എന്ന് പറഞ്ഞാൽ -∞ മുതൽ 0 വരെയാണ്. അതുകൊണ്ടാണ് റേഞ്ച് -∞ 0 എന്ന് എഴുതിയത്. ഗ്രാഫ് നമുക്കൊന്ന് വരച്ച് നോക്കാം. -മോഡെക്സ് എളുപ്പമാണ്. എക്സിന് 0 കൊടുത്താൽ എഫ് എക്സ് 0 കിട്ടും. അപ്പോൾ 0 0. എക്സ് 1 കൊടുത്താൽ എഫ് ഓഫ് 1 ഇറ്റ് ഈസ് -മോഡുലസ് 1. മോഡുലസ് 1 1 ആണ്, പക്ഷെ -1 എന്ന് കിട്ടും. എക്സ് 2 കൊടുത്താൽ -മോഡുലസ് 2, അത് -2 കിട്ടും. എക്സ് 3 കൊടുത്താൽ -3 കിട്ടും. എക്സ് -1 കൊടുത്താൽ മോഡുലസ് ഓഫ് -1 1, പക്ഷെ -മോഡെക്സ് എന്നുണ്ട്, അപ്പോൾ -1 എന്ന് തന്നെ കിട്ടും. എക്സ് -2 എന്ന് കൊടുത്താൽ മോഡുലസ് ഓഫ് -2 ആണ്, പക്ഷെ വെളിയിൽ മൈനസ് എടുക്കുന്നുണ്ട്, അത് -2 തന്നെ കിട്ടും. എക്സ് -3 കൊടുത്താൽ മോഡുലസ് ഓഫ് -3, അത് 3 ആണെങ്കിലും മൈനസ് വെളിയിൽ കിടക്കുന്നുണ്ട്, അത് -3 കിട്ടും. അപ്പോൾ പോയിന്റുകൾ 0 0, 1 -1, 2 -2, 3 -3, -1 1, -2 -2, -3 3. നമുക്ക് ആ പോയിന്റുകളൊന്ന് മാർക്ക് ചെയ്യാം. 0 0, 1 -1, 2 -2, 3 -3. നോക്കാം. 0 0, 0 0, 0 0 ആണ് ആദ്യം മാർക്ക് ചെയ്യേണ്ടത്. 0 0. ഓക്കെ. അടുത്ത 1 -1, 1 -1. അടുത്ത 2 -2. അടുത്ത പോയിന്റ് 3 -3, 3
-3. 3 - 3 മാർക്ക് ചെയ്തില്ല. 3 - 3 മാർക്ക് ചെയ്തു. തീർന്നില്ല, ഇനിയുമുണ്ട് പോയിന്റുകൾ. -1 -1 -2 -2 -3 -3 ആ പോയിന്റുകൾ കൂടി നമുക്ക് മാർക്ക് ചെയ്യാം. -1 -1 -1 അടുത്തത് -2 -2 -2 -2 അടുത്തത് -3 -3 -3 -3 പോയിന്റുകൾ കിട്ടി. ഈ പോയിന്റുകളെല്ലാം തമ്മിലൊന്ന് ജോയിൻ ചെയ്യാം. ഈ പോയിന്റുകളെല്ലാം തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാഫ് കിട്ടി. ഇതാണ് -mod(x)ന്റെ ഗ്രാഫ്. ഈ ഗ്രാഫ് നമുക്ക് mod(x)ന്റെ ഗ്രാഫുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. mod(x)ന്റെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാം. ഇതായിരുന്നു mod(x)ന്റെ ഗ്രാഫ്. ഈ കാണുന്നത് mod(x)ന്റെ ഗ്രാഫ്. ഈ കാണുന്നത് -mod(x)ന്റെ ഗ്രാഫ്. അപ്പോൾ എന്താണ് ഇത് തമ്മിലൊരു ബന്ധമുള്ളത്? നിങ്ങളൊരു കാര്യം ചിന്തിക്കുക. ഈ mod(x)ന്റെ ഗ്രാഫ് ഇങ്ങനെ നിൽക്കുന്നത് വിചാരിക്കുക. ഈ എക്സ് ആക്സിസിൻ്റെ അവിടെ ഒരു പ്ലെയിൻ മിറർ ഉണ്ട് എന്നൊന്ന് സങ്കല്പിക്കുക. ഒരു മിറർ വെച്ചിരിക്കുക, പ്ലെയിൻ ആയിട്ടുള്ളൊരു മിറർ വെച്ചിരിക്കുക. മിറർ വെച്ചാൽ ഇത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇമേജ് ഉണ്ടാവും. ആ ഇമേജ് ഒന്ന് എങ്ങനെ വരുന്നു അതറിയാൻ വേണ്ടി മാത്തമാറ്റിക്സ് ഒന്നും അറിയേണ്ട കാര്യമില്ല. ഒരു ഫിഗർ ഇങ്ങനെ നിൽക്കുന്നു, ഇവിടെ ഒരു മിറർ വെച്ചിരുന്നാൽ അത് റിഫ്ലക്റ്റ് ചെയ്താൽ അത് എങ്ങനെ ഇമേജ് ഉണ്ടാവും? ഇതെങ്ങനെ ഇമേജ് ഉണ്ടാവുക? അപ്പോൾ എന്താ സംഭവിക്കുന്നത്? mod(x)ന്റെ ഗ്രാഫിനെ എക്സ് ആക്സിസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് -mod(x)ന്റെ ഗ്രാഫ്. നമുക്ക് പിന്നീട് നമുക്ക് ജനറലൈസ് ചെയ്ത് കാണാൻ പറ്റും. അതായത് ഏതൊരു എഫ്(x) എന്നതിൻ്റെ ഗ്രാഫ് വരച്ചാൽ -f(x)ന്റെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ അതിനെ എക്സ് ആക്സിസിൽ റിഫ്ലക്റ്റ് ചെയ്താൽ മതി. അതാണ് പ്രത്യേകത. എഫ്(x)ന്റെ ഗ്രാഫുണ്ട്, -f(x)ന്റെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എക്സ് ആക്സിസിൽ അതിനെ റിഫ്ലക്റ്റ് ചെയ്താൽ മതി. അതാണ് സംഭവിച്ചിരിക്കുന്നത് mod(x)ന്റെ ഗ്രാഫ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ mod(x)ന്റെ ഗ്രാഫിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വേറൊരു കാര്യം ആലോചിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഗ്രാഫുകൾ നിങ്ങൾ -mod(x+1), അതുപോലെ -mod(x−1), അതുപോലെ -(x+1), അതുപോലെ -(x−1) ഇതിൻ്റെയൊക്കെ ഗ്രാഫുകൾ -mod(x+1) ഗ്രാഫ് വളരെ എളുപ്പമായിരിക്കും. -mod(x+1) എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒരു യൂണിറ്റ് മുകളിലോട്ട് മാറും. -mod(x−1) ആണെങ്കിൽ ഒരു യൂണിറ്റ് താഴോട്ട് മാറും. എന്നാൽ ഇതാണെങ്കിൽ ഏതാ -(x+1) എന്നാണെങ്കിൽ ഒരു യൂണിറ്റ് ലെഫ്റ്റിലേക്ക് മാറും. -(x−1) എന്നാണെങ്കിൽ അത് ഒരു യൂണിറ്റ് റൈറ്റിലേക്ക് മാറും. ഇതൊക്കെ നിങ്ങൾ തനിയെ ഈ ഗ്രാഫുകൾ വരച്ച് നോക്കണം. വാല്യൂ കൊടുത്ത് വരയ്ക്കാൻ നമുക്ക് അറിയാമല്ലോ. ഇപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് സ്വയം കണ്ടുപിടിക്കാൻ പറ്റും ആ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്ത് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. ഇനിയും കൂടുതൽ ഗ്രാഫുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് നന്നായി ക്ലാസ് കണ്ട് മനസ്സിലാക്കി ഈ ഗ്രാഫുകൾ സ്വയം നിങ്ങൾ വരയ്ക്കണം. എങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി സ്വയം വരച്ച് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ആ ഗ്രാഫ് എങ്ങനെയാണെന്നും കൂടി മനസ്സിലാക്കണം. ഒരു ഗ്രാഫ് കണ്ടാൽ അത് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് എന്ന് തിരിച്ചറിയാനുള്ള രീതിയിൽ അത് പഠിച്ച് വെക്കണം. ഓക്കെ, താങ്ക് യു.